ഹായ് ഫ്രണ്ട്സ്, ടി സ്ക്വയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ലെൻസിൻ്റെ റിവ്യൂ ആണ്. ലെൻസ് അവിടെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ലെൻസിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. 50mm f1.8 ഉള്ള നിക്കോണിൻ്റെ ലെൻസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു ലെൻസിൻ്റെ ഗുണങ്ങളും അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സും അങ്ങനെ എന്തൊക്കെയാണ് ഇതിൻ്റെ യൂസസ് അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയും. അത്രയേ ഉള്ളൂ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ പ്രൈം ലെൻസ് ബ്ലോക്ക് ലെൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ 50mm ആണ് ഇതിൻ്റെ ഒരു ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഇത് വേരിയിങ് അല്ല. അഥവാ നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിരുന്നു. നമ്മൾ ഒരു സൂം ലെൻസിൻ്റെ റിവ്യൂ ചെയ്തിരുന്നു. 70-300mm ലെൻസിൻ്റെ റിവ്യൂ നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു 70 മുതൽ 300 വരെ വേരിയിങ് ആയിട്ടുള്ള ഫോക്കൽ ലെങ്ത്താണ് ആ ലെൻസിനുള്ളതെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഈ ഒരു ലെൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ 50mm അഥവാ ഒരു ഫിക്സ്ഡ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും ഈ ഒരു ലെൻസ് നമുക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അഥവാ സൂം ചെയ്യാനോ സൂം ഔട്ട് ചെയ്യാനോ നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ലെൻസിന് കിട്ടില്ല. അതാണ് പ്രൈം ലെൻസ് അല്ലെങ്കിൽ ബ്ലോക്ക് ലെൻസ് എന്നുള്ള ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ എഫ് വാല്യൂയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു 1.8 ആണ് ഈ ഒരു ലെൻസിൻ്റെ ഓപ്പണിംഗ് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ ലൈറ്റ് നമ്മുടെ ലെൻസിനകത്ത് കൂടി നമ്മുടെ ക്യാമറയിലേക്ക് കടക്കുന്നു. അഥവാ നല്ല രീതിയിൽ നല്ല വെളിച്ചത്തിൽ നല്ല ലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെൻസ്. ലൈറ്റ് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. എഫ് വാല്യൂ കുറയുന്നതനുസരിച്ചിട്ട് കൂടുതൽ ലൈറ്റ് നമ്മുടെ ക്യാമറയിലേക്ക് കടക്കും. അതാണ് എഫ് വാല്യൂ എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ അപ്പർച്ചർ ഓപ്പണിംഗ് എന്നുള്ള ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു 1.8 ആണ് ഈ ഒരു ലെൻസിൻ്റെ എഫ് വാല്യൂ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുന്ന സമയത്ത് കാണാവുന്നത് ഇത് VR എനേബിൾഡ് ആയിട്ടുള്ളൊരു ലെൻസാണ്. VR അഥവാ വൈബ്രേഷൻ റിഡക്ഷൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് നിക്കോണിൻ്റെ ലെൻസുകളിൽ VR അഥവാ ഒരു സ്റ്റെബിലൈസേഷൻ, നമ്മുടെ ലെൻസിലുള്ള സ്റ്റെബിലൈസേഷനാണ് നമ്മൾ VR അഥവാ വൈബ്രേഷൻ റിഡക്ഷൻ എന്നുള്ള ടൈപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എനേബിൾഡ് ആയിട്ടുള്ള ലെൻസാണ് നിക്കോണിൻ്റെ ഈ ഒരു 50mm 1.8 ലെൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ലെൻസിൻ്റെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ള മെയിനായിട്ടൊരു മെച്ചം എന്താണ്? ഈ ഒരു ലെൻസ് വാങ്ങുന്നത് കൊണ്ട് നമുക്ക് എന്താണ് ഈ ഒരു ലെൻസ് തരുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും, പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി അഥവാ നമ്മളൊരു സിംഗിൾ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മളൊരു ആൾക്കാരുടെ മോഡൽ ഫോട്ടോഗ്രാഫിക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഇത് മികച്ച ലെൻസ് തന്നെയാണ്. അഥവാ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും ഈ ഒരു ലെൻസ് ഉപയോഗിച്ചുകൊണ്ട്. അങ്ങനെ നല്ല ഒരു ബൊക്കെ തന്നെ വേണമെങ്കിൽ പറയാൻ സാധിക്കും. നല്ല രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർനെസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ലെൻസാണ് നമ്മുടെ നിക്കോണിൻ്റെ 50mm f1.8 ഉള്ള ഈ ഒരു ലെൻസ് എന്ന് പറയുന്നത്. നല്ല കിടിലം ബൊക്കെ, വീഡിയോയ്ക്ക് ആണെങ്കിലും ഫോട്ടോയ്ക്ക് ആണെങ്കിലും നല്ല മികച്ച രീതിയിൽ നല്ല മികച്ച പെർഫോമൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ലെൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയാണ് ഈ ഒരു ലെൻസിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവലിലുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. ഇതിൻ്റെ ഫോക്കൽ ലെങ്ത്തും അപ്പർച്ചർ ഓപ്പണിങ്ങും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പിന്നെ ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ ആയിട്ട് കാര്യങ്ങളിലേക്ക്, എക്സ്റ്റേണൽ അപ്പിയറൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മൾ യൂഷ്വൽ ലെൻസിൻ്റെ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നിക്കോണിൻ്റെ ഒരു ക്യാപ്പ് വന്നിട്ടുണ്ട്. പിന്നെ അതിനൊരു 58mm ആണ് അതിൻ്റെ ഡയമീറ്റർ വന്നിട്ടുള്ളത്. പിന്നെ ലെൻസ് ഓപ്പണിങ്ങിൻ്റെ ഭാഗത്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ AFS നിക്കോൺ 50mm 1.8 ആണ് ഇതിൻ്റെ സംഭവങ്ങളെന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ യൂഷ്വൽ നമ്മുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഭാഗം, നമ്മുടെ ക്യാമറ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുള്ളത്. നമ്മുടെ യൂഷ്വൽ ലെൻസുകളൊക്കെ കാണുന്ന പോലെ തന്നെ അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ടൊന്നും തന്നെ ഇല്ല. പിന്നെ നോക്കുകയാണെങ്കിൽ ഇതിലൊരു ബട്ടൺ വന്നിട്ടുണ്ട് നമ്മുടെ ഫോക്കസ് മോഡ് സ്വിച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. മാനുവൽ ഫോക്കസ് ഓട്ടോ മാനുവൽ ആണ് വന്നിട്ടുള്ളത്. മാനുവൽ ഫോക്കസിലാണെങ്കിൽ ഓട്ടോ ഫോക്കസ് എനേബിൾ ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ ഓട്ടോ ഫോക്കസ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് മാനുവൽ ഫോക്കസും നെസസറി ആണെങ്കിൽ ചെയ്യാം. നമുക്ക് വീഡിയോയ്ക്കൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഇടയിലൂടെ മാനുവൽ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഈ ഒരു ലെൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡയലിന് ഇതിലൊരു റിങ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സൂം റിങ് വന്നിട്ടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞു 50mm ഫിക്സ്ഡ് ഫോക്കൽ ലെങ്ത് ആണ്. അതുകൊണ്ട് തന്നെ സൂം ചെയ്തതിനുള്ള റിങ് ഈ ഒരു ലെൻസിൽ അതിൻ്റെ ആവശ്യമില്ല. ആകെ വന്നിട്ടുള്ളത് ഒരു ഫോക്കസ് റിങ് മാത്രമാണ്. ഒരു ഫോക്കസ് റിങ്ങാണ് പിന്നെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നിക്കോൺ AFS നിക്കോൺ 50mm 1.8 അതിൻ്റെ അപ്രസർ ഓപ്പണിംഗ് പോലുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു ഡയൽ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ മൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡെപ്ത് ഡയൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാനായിട്ട് സാധിക്കും. നമ്മൾ എത്ര ഡെപ്തിലാണ് നമ്മുടെ ഇതിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ഇരിക്കുന്നതെന്ന് നോക്കുന്നത് മനസ്സിലാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടി പ്രൊഫഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിലാണ് ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യം വരുന്നത്. ഒരു ഡയൽ നമ്മുടെ ഈ ഒരു ലെൻസിൽ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അത്രയാണ് ഇതിൻ്റെ ഒരു എക്സ്റ്റേണൽ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ടുള്ളത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലെൻസ് വാങ്ങിയ സമയത്ത് ഇതിൻ്റെ കൂടെ ഒരു നിക്കോണിൻ്റെ തന്നെ ഒരു ലെൻസ് ഹുഡ് നമുക്ക് ഈ ഒരു ലെൻസിൻ്റെ കൂടെ ഫ്രീ കിട്ടിയിട്ടുണ്ട്. നിക്കോണിൻ്റെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള നല്ല മികച്ച ഒരു ലെൻസ് ഹുഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു ലെൻസിൻ്റെ കൂടെ കിട്ടിയത്. പിന്നെ ഈ ലെൻസ് നോക്കുകയാണെങ്കിൽ വാങ്ങിയ സമയത്ത് ഇതിൻ്റെ ഒപ്പം ഒരു പൗച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൗച്ച് ഇപ്പോൾ നമ്മളുടെ ഇല്ല. ഒരു പൗച്ചും നല്ല മികച്ചൊരു പൗച്ചും നമുക്ക് ഇതിൻ്റെ ഒപ്പം ഈ ലെൻസിൻ്റെ കൂടെ നമുക്ക് പർച്ചേസ് സമയത്ത് കിട്ടിയിട്ടുണ്ട്. അത്രയാണ് ഈ ഒരു ലെൻസിൻ്റെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല ബൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പോർട്രേറ്റ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ മികച്ച ഒരു ലെൻസ് തന്നെയാണ് നമ്മുടെ നിക്കോണിൻ്റെ ഈ ലെൻസ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ 1.8 കിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു സിംഗിൾ ഒബ്ജക്റ്റ് മാത്രമേ നമുക്ക് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ നമ്മൾ ആ എഫ് വാല്യൂ ഉയർത്തണം. എഫ് വാല്യൂ അല്ലെങ്കിൽ എഫ് നമ്പർ ഉയർത്തുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി കൂടുതൽ ഒബ്ജക്ട്സ് നമ്മൾ ഉൾക്കൊള്ളിക്കുമ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം അത്രയും മികച്ച ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് ഈ ഒരു ലെൻസ്
പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്രയും ഈ ലെൻസിൻ്റെ കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഒരു പോരായ്മയായിട്ട് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം ഓരോരുത്തരുടെ യൂസിനനുസരിച്ചിട്ടാണ്. ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കുന്ന ടൈപ്പ് ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പർപ്പസാണ് ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അവർ ഈ ലെൻസ് വാങ്ങിയിട്ട് ഒരു കാര്യമില്ലാന്നാണ് പറയാനായിട്ടുള്ളത്. നമ്മൾ പോർട്രേറ്റ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ കുറച്ച് മോഡലിംഗ് ഒക്കെ ചെയ്യാൻ നോക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു ലെൻസ് മികച്ച ലെൻസ് തന്നെയാണ്. കാരണം നല്ല രീതിയിൽ പോർട്രേറ്റ്സ്, നല്ല കിടിലം ബൊക്കെയാണ് നമുക്ക് ഈ ലെൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും റിമാർക്കബിൾ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. നല്ല രസമായിരിക്കും വീഡിയോ ഒക്കെ എടുത്താൽ തന്നെ. ബാക്ക്ഗ്രൗണ്ട് ബൊക്കെയും മൊത്തത്തിൽ നല്ല രസമായിരിക്കും കാണാൻ. നല്ല തെളിനീര് പോലെ ഉണ്ടാവും ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു ലെൻസിൻ്റെ വിലയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം 15,000 രൂപയുടെ അടുത്താണ് ഈ നിക്കോണിൻ്റെ ഈ ഒരു 50mm 1.8 ലെൻസിൻ്റെ ഒരു വില വന്നിട്ടുള്ളത്. ഇതന്നെ കാനോണിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 8,000 രൂപയ്ക്ക് ഒരു ലെൻസ് അവൈലബിൾ ആണ്. ഈ കാനോൺ സീരീസ് നോക്കുകയാണെങ്കിൽ DX ഫോർമാറ്റിലുള്ള കാനോണിലെ ലെൻസ് നോക്കുകയാണെങ്കിൽ, ക്രോപ്പ് സെൻസർ ക്യാമറകൾക്ക് പറ്റിയ ലെൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം 8,000 രൂപയുടെ അടുത്താണ് അതിൻ്റെ വില വന്നിട്ടുള്ളത്. ഇതന്നെ സോണി നോക്കുകയാണെങ്കിൽ 20,000 രൂപയുടെ അടുത്താണ് ഈ ഒരു ലെൻസിൻ്റെ വില വന്നിട്ടുള്ളത്. അതിൻ്റെ സോണിയുടെയും കാനോണിൻ്റെ നടുക്കാണ് നിക്കോണിൻ്റെ പ്രൈസ് നിൽക്കുന്നതെന്ന് പറയാനായിട്ട് സാധിക്കും. അത്രയാണ് നമുക്ക് ഈ ഒരു ലെൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്തത് നിക്കോണിൻ്റെ 50mm f1.8 ഈ ഒരു ലെൻസിനെ കുറിച്ചിട്ടാണ്. ഏകദേശം ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ ലെവൽ ആയിക്കോട്ടെ, ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്യാമറ വിത്ത് ടെലിഫോട്ടോ ലെൻസ്, ഒരു ടെലിഫോട്ടോ ലെൻസ് പിന്നെ ഒരു കിറ്റ് ലെൻസ് യൂസ് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ടാവും അങ്ങനെ ഒരു രീതിയിൽ യൂസ് ചെയ്യുന്നവർ. അപ്പോൾ അവരവരുടെ വീഡിയോഗ്രാഫി, ഫോട്ടോഗ്രാഫി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഈ ഒരു 2 ലെൻസുകൾ കൊണ്ട് തന്നെ നടക്കും. എന്നാൽ കുറച്ചുകൂടി ഉയർന്ന ലെവലിലേക്ക് അവരുടെ ഒരു ക്രിയേറ്റിവിറ്റി നമ്മൾ ഉയർത്താൻ നോക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ വീഡിയോഗ്രാഫി ഒരു മെച്ചപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിൽ, അവർ ലെൻസ് നോക്കി നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഒട്ടും ആലോചിക്കേണ്ട ഈ ഒരു ലെൻസ് വാങ്ങിയാൽ മാത്രം മതി. ഇത് എൻ്റെ ഗ്യാരണ്ടിയാണ്, നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻറ്റഡ് ആയിരിക്കില്ല. നിങ്ങളുടെ അടുത്ത ലെൻസായിട്ട് നമുക്ക് ഈ ഒരു ലെൻസ് നിങ്ങൾ കൺസിഡർ ചെയ്യണമെന്നാണ് പറയാനായിട്ടത്. ഇതിൻ്റെ ഫോട്ടോ ക്വാളിറ്റി, വീഡിയോ ക്വാളിറ്റി തന്നെയാണ് ഇത് പറയുന്നതിന് വേണ്ടിയിട്ടുള്ള കാരണം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഈ ഒരു ലെൻസ് പ്രൊവൈഡ് ചെയ്യുക. അതൊരു പ്രൈം ലെൻസാണ്, നമുക്ക് സൂം ചെയ്യാനുള്ള റിങ്ങൊന്നും കിട്ടില്ല. അപ്പം നമ്മുടെ രീതിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കൊണ്ടൊക്കെ തന്നെ നമ്മൾ ഫ്രെയിം കമ്പോസ് ചെയ്യുന്നതായിട്ടുണ്ട്. പക്ഷെ അതൊരു വലിയ കുഴപ്പമുള്ള കാര്യമില്ല. അത്യാവശ്യം അങ്ങനെ റിസ്ക്കുള്ളൊരു കാര്യമൊന്നുമല്ല ഒരു പ്രൈം ലെൻസ് ആയെന്നുള്ളത് കൊണ്ട്. അതിനനുസരിച്ചുള്ളൊരു അത്രയും എഫേർട്ട് കൊടുക്കുകയാണെങ്കിൽ തന്നെ അതിനനുസരിച്ചുള്ളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു ഔട്ട്കം നമുക്ക് ഈ ഒരു ലെൻസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് ഒരു സത്യാവസ്ഥ എന്ന് പറയുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയും ഈ ഒരു ലെൻസിനെ കുറിച്ച് പറയാനായിട്ടുള്ളത്. വേറെ ഇപ്പോൾ കാര്യമായിട്ടൊന്നുമില്ല. അപ്പോൾ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും